ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടപ്പോൾ എനിക്കതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വിൻ്റർ സ്കിൻ കെയറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫ്രീസായി നിൽക്കുന്നതുകൊണ്ടും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. പക്ഷേ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീസായെങ്കിൽ കൂടിയും ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഡിസംബർ ആണല്ലോ, ഡിസംബർ ഓൾമോസ്റ്റ് പകുതിയായി. ഡിസംബർ തുടങ്ങിയപ്പോൾ ആ വ്യക്തി ചോദിച്ചിട്ടുള്ള കമൻറ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. ഡിസംബർ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് വെച്ചിട്ട് ഫസ്റ്റായിട്ടാണ് ഒരു ക്രിസ്മസ് എനിക്ക് ജൂൺ മന്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഡിസംബർ മന്ത്. അതുപോലെ അതേ സമയം തന്നെ ഭയങ്കര വെയിലായിട്ട്, ഇപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര വെയിലുമാണ്. സാധാരണ ഡിസംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാറ്റായിരിക്കും അല്ലേ. അപ്പോൾ അതിപ്പോൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ഞാൻ വിൻ്റർ സ്കിൻ കെയറിനെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വിൻ്റർ സീസണിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഐറ്റമാണ് മോയ്സ്ചറൈസർ. അതിപ്പോൾ ഓയിൽ സ്കിന്നുള്ളവരായിക്കോട്ടെ, ഡ്രൈ സ്കിന്നുള്ളവരായിക്കോട്ടെ, ആരും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. ഓക്കെ, എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. ചില സമയങ്ങൾ വളരെ ഓയിലി ആയിട്ടും ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കാറ്. ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും സ്കിന്നിന് ഏറ്റവും നന്നായിട്ട് മാച്ചായി പോകുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ, അതുപോലെ തന്നെ ലാക്ടോകലാമിൻ്റെ. ഈ രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. പോൺസിൻ്റെ ഒക്കെ അത്രയും നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പുറത്തേക്ക് പോയി രാവിലെ കുളി കഴിയുമ്പോഴായിക്കോട്ടെ, സ്കിൻ കെയർ ചെയ്യുമ്പോൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു മോയ്സ്ചറൈസർ. സെക്കൻഡ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിപ് ബാമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺസ്ക്രീനാണ്. ചിലർ വിചാരിക്കും സാധാരണ ഡിസംബറിൽ, ഇപ്പോൾ നല്ല വെയിലാണ് പൊതുവേ, നമുക്ക് ഡിസംബറിൽ അത്ര വെയിലുണ്ടാവാറില്ലല്ലോ, കാറ്റാണല്ലോ കൂടുതൽ. ചിലർ വിചാരിക്കാറുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ പോരെ. അത് പറ്റില്ല. സൺസ്ക്രീനും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതും നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വളരെയധികം ചൂടാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ നല്ല രീതിക്ക് ടാൻ അടിച്ച് മുഖം ഒരു പരിവാവും. അപ്പോൾ അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടെ ഫേസ് വെറുതെ കഴുകാതിരിക്കുക. അതുപോലെ ഫേസ് വാഷും കണ്ടിന്യൂസ്. ഇപ്പോൾ ചിലവരുണ്ട് എപ്പോൾ ഫേസ് കഴിക്കാലും ഫേസ് വാഷ് ഇട്ട് കഴുകുന്നവരുണ്ട്. എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് കേട്ടോ. ഞാൻ പണ്ട് എപ്പോൾ മുഖം കഴുകിയാലും ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക, അല്ലെങ്കിൽ സോപ്പ് ഇട്ടിട്ട് മുഖം കഴുകുക. അതൊരിക്കലും പാടില്ല. സോപ്പൊന്നും തീരെ ചെയ്യാൻ പാടില്ല. ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. പണ്ട് എനിക്ക് പറ്റിയിട്ടുള്ളൊരു മണ്ടത്തരാണ്. ഞാൻ സോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മുഖത്ത് യൂസ് ചെയ്യൽ, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ആയാലും മുഖമൊന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയി വരെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. പിന്നെ എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെന്തെങ്കിലും പൗഡർ ഇടുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ മുരി പോലെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടെ ഫേസ് കഴുകാതിരിക്കുകയും ഫേസ് കഴുകുമ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴുകുകയും ചെയ്യരുത്. അതായത് ഫേസ് വാഷ് തീരെ ഉപയോഗിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഫേസ് വാഷ് യൂസ് ചെയ്യണം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് കഴുകുമ്പോൾ നമ്മൾ ഫേസ് വാഷ് ഇട്ട് വെറുതെ കഴുകരുത്. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ടൈമിൽ നമ്മൾ ഒരിക്കലും പൗഡർ യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മുരി പോലെ വരാനും സ്കിന്ന് വളരെ മോശമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നില്ല. അപ്പോൾ പൗഡർ യൂസ് ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഡാമേജിലോട്ട് കൊണ്ടുപോകും. ഇന്നത്തെ കാര്യം, ഫൗണ്ടേഷൻ പോലെയുള്ള ക്രീമുകൾ മാക്സിമം ആ ഒരു ടൈമിൽ അധികം ഉപയോഗിക്കാതിരിക്കുക. BB ക്രീംസ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫേസിൽ ഓക്കെ ആണെന്ന് തോന്നുന്നവരാണെങ്കിൽ, ആ ടൈമിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, കംഫർട്ട് ആണെന്ന് തോന്നുന്നവരാണെങ്കിൽ ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നത്തെ കാര്യം നമ്മുടെ ലിപ്പാണ്. ലിപ് ബാം യൂസ് ചെയ്യുക. എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമുണ്ട്, ഒരു മണ്ടത്തരമുണ്ട്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതൊന്നും ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ടൈമിലൊക്കെ നമ്മൾ പഠിക്കില്ല. ആ ടൈമിലൊക്കെ നമ്മൾ ചുണ്ട് ഇതാവുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയി തോന്നുമ്പോഴേക്കും നമ്മൾ നനച്ചു കൊടുക്കും. നമ്മളിങ്ങനെ കാണിച്ച് നനച്ചു കൊടുക്കും. ഈ നനച്ച് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് നല്ല ബ്രാൻഡ് ലിപ് ബാം അറിയില്ല. കൂടുതൽ നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചുണ്ടിൻ്റെ ഈ ഒരു സെക്ഷനിൽ ഇവിടെ മൊത്തം, എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായ ഒരു അനുഭവമാണ്. ഈ ചുണ്ടിൻ്റെ ഇങ്ങനെ ചുറ്റും ഫുൾ ബ്ലാക്ക് കളർ. അതുപോലെ തന്നെ പിന്നെ ഇതേ സെയിം തന്നെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തപ്പോഴും എൻ്റെ ഈ 2 പോർഷനിൽ പൊട്ടി, ആകെ നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2 സൈഡ് എന്തോ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മാങ്ങയുടെ പശുവൊക്കെ വീഴുമ്പോൾ ഇങ്ങനെ പാറയിൽ പൊള്ളാറുണ്ട്. അതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ 2 സൈഡും. ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നനച്ച് കൊടുത്തപ്പോൾ എനിക്കുണ്ടായതായിരുന്നു. ചുണ്ട് നല്ല രീതിക്ക് കറുത്തും ചെയ്തു. അതുപോലെ എൻ്റെ ഈ ചുറ്റും നല്ല രീതിക്ക് ബ്ലാക്ക് കളറും പൊട്ടലും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയങ്ങളൊക്കെ എനിക്ക് വിൻ്റർ സീസൺ ഇഷ്ടമല്ല. അതായത് സെലിബ്രേഷൻ ടൈമാണ്, കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും വിൻ്റർ സീസൺ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം അടുത്ത കൊല്ലം അപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് ഇതുപോലെ വരില്ലേ, അത് വൃത്തികേടാവില്ലേ, അതൊന്നും മാറിയെടുക്കാൻ തന്നെ ഒരു 3 to 4 months എങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയൊരു വലിയൊരു മണ്ടത്തരാണ്. ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു മണ്ടത്തരം നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ നല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തിട്ട് നമുക്ക് കുറേ ടൈം എടുക്കാം. ആ ഒരു പാട് നമുക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലിപ് ബാം നന്നായിട്ട് യൂസ് ചെയ്യുക. രാത്രി കിടക്കുമ്പോഴായാലും രാവിലെ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ വിൻ്റർ ടൈമിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട
സ്കിൻ കെയറുകൾ. അതുപോലെ ഇപ്പോൾ നമ്മൾ സാധാരണ ടൈമുകളിൽ നമ്മൾ ഫേസ് പാക്കുകൾ കുറേ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. വിൻ്റർ സീസണിൽ തലക്കാലത്തേക്ക് ഒരുപാട് ഫേസ് മാസ്ക് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് നമുക്ക് കുറച്ചും കൂടി സ്കിന്ന് ഡ്രൈ ആവും. അതായത് ഇപ്പോൾ നിങ്ങൾ വീക്കിലി 3 ദിവസം 4 ദിവസമൊക്കെ ചിലവർ ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഞാൻ വിൻ്റർ സീസണിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ വീക്കിലി ഒരു 2 ദിവസമൊക്കെയാണ് എന്തെങ്കിലും പാക്കുകളൊക്കെ യൂസ് ചെയ്യുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അതൊന്നും കൂടി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും. ഡ്രൈ ആക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുകയും മുരി പോലെ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിൻ ഓയിലി ആയിരിക്കുന്ന രീതിയിലുള്ള ഡ്രൈ സ്കിന്നുകാർക്കാണ് ഞാൻ പറയുന്നത്. ഓയിലി ആയിരിക്കുന്ന രീതിയിലുള്ള പാക്കുകളും നിങ്ങളുടെ മോയ്സ്ചറൈസറൊക്കെ സെലക്ട് ചെയ്യുക. മാക്സിമം എല്ലാ സ്കിൻകാർക്കും പറ്റിയ ഒരു മോയ്സ്ചറൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ്. അപ്പോൾ മാക്സിമം അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയൊക്കെയാണ് നമ്മൾ വിൻ്റർ സീസണിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ബൈ.